കണ്ണൂർ കല്യാശ്ശേരി കീച്ചേരി കുന്നിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ബസ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂറുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഗതാഗത തടസ്സമുണ്ടായിരുന്നു, ബസ് റോഡിലായിരുന്നു, ഇപ്പോൾ അത് മാറ്റിയെന്ന് മനസ്സിലാക്കുന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞോ? കണ്ണൂരിൽ തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിലേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അത് റോഡിൽ വീണ് കിടന്ന നേരത്തെ അവിടെ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഒപ്പം തന്നെ ഡീസലൊക്കെ റോഡിലേക്ക് പരന്നിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി വൃത്തിയാക്കുന്നത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇപ്പോൾ ബസ് ഉയർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. നിഖിലുണ്ട്. നിഖിൽ, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗൗതം, തീർച്ചയായും ബസ് ഉയർത്തി റോഡരികിലേക്ക് മാറ്റി നിർത്തിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയപടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്കുള്ള വൺ വേ ആണ്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ ഇതുവഴി വൺ വേ ആയിട്ടാണ് വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ KV സുമേഷ് MLA അദ്ദേഹം ആശുപത്രിയിൽ ഉള്ളവരെയൊക്കെ സന്ദർശിച്ച് വന്നതാണ്. എങ്ങനെയാണ് നിലവിൽ എത്ര പേര് ആശുപത്രിയിലുണ്ട്? പരിക്കെങ്ങനെയാണ്? 30ഓളം ആളുകൾക്കാണ് സാരമായിട്ടുള്ള പരിക്കുള്ളത്. പരിക്ക് അങ്ങനെ വളരെ ഗുരുതരാവസ്ഥയിലില്ല. എന്നാൽ 3-4 പേർക്ക് ചില പ്രയാസങ്ങളുണ്ട്. അവർ 2 പേരെ പരിയാരം മെഡിക്കൽ കോളേജിലും ഒരു 6 പേര് ജില്ലാ ആശുപത്രിയിലും ഒരു 5 പേര് ഇപ്പോൾ AKGയിലും ബാക്കിയുള്ളവർ ഇവിടെ പാപ്പഞ്ചേരി PHCയിൽ അവിടെ പ്രാഥമിക ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുടെ സംഘം എല്ലാ സ്ഥലത്തും വളരെ അലർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകളായിരുന്നു കൂടുതലുണ്ടായിരുന്നു എന്നല്ല? സ്ത്രീകളാണ് ബസ്സിൽ കൂടുതലുണ്ടായിരുന്നത്. അവർ പല ഫാമിലികളാണ് ഈ ഓണം പ്രമാണിച്ച് പോകുന്നതാണ്. പല സ്ഥലത്തുള്ളവരുണ്ട്. ഈ പ്രദേശത്തെ നാട്ടുകാർ ഇവിടുത്തെ ഈ വാഹനാപകടങ്ങളുടെ എണ്ണം കൂടുന്നു എന്നൊരു പരാതി കൂടി ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്നാണത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ആ പറഞ്ഞതിലൊരു വസ്തുതയുണ്ട്. വൺ വേ ആയതോടുകൂടി ഓവർ സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത്. പോകുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പോലീസിന്റെ ശ്രദ്ധയിലും അതുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ വരും ദിവസങ്ങൾ ചെയ്യാമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. ഗൗതം, ഏതായാലും പരിക്കേറ്റ് ആശുപത്രിയിലുള്ളവരുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ അഴീക്കോട് MLA KV സുമേഷ് പറഞ്ഞത്. അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടതിന് ശേഷം തിരിച്ചെത്തിയതാണ്. ഈ അപകടം നടന്നത് ഈ തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് ബസ് പോവുകയായിരുന്നു. പൊടുന്നനെ ബ്രേക്ക് ചെയ്തപ്പോൾ ബസ് മറിഞ്ഞു വീണു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ ഉയർത്തി വെച്ചിരിക്കുന്ന ബസ് കാണാം. ബസ്സിന്റെ മുൻവശം തകർത്താണ് ബസ്സിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ പുറത്തേക്ക് എടുത്തത്. ഈ ബസ്സിലെ CCTV ക്യാമറ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷ്വൽ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് അപകടം നടന്നതെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത്തരത്തിൽ പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എല്ലാവരും ആ അപകടത്തെ അതിജീവിച്ച് സുരക്ഷിതരായി ഇരിക്കുന്നുണ്ട് എന്നതാണ്. അഴീക്കോട് MLA അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.